ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്ര മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ ആര്യനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും മിത്രയുടെ മനസ്സിൽ കുടുങ്ങിക്കിടന്നിരുന്ന എന്താ പറയാ, കുടുങ്ങി ഒരു ദ്രവിച്ചു പോയിരുന്ന ആ ഒരു സംഭവമായിരുന്നു നമ്മുടെ ആര്യനോട് പറഞ്ഞത്. ഏതായാലും ആര്യനോട് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ആശ്വാസം കിട്ടി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരാളോട് തുറന്നു പറയുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ ആകുന്നത്. അങ്ങനെ പാർട്ട്ണറോടെല്ലാം തുറന്നു പറയുവാണെങ്കിൽ ഒരു കള്ളത്തരവും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാം. ദാമ്പത്യ ജീവിതം നല്ല രീതിയിലാകും. അതുകൊണ്ട് ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആര്യനോട് പറയുന്നു പറയുമ്പോ ആര്യം പറഞ്ഞു, അല്ലെങ്കിലും അതാണ് വേണ്ടത്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നീ എന്നോടാണ് ആദ്യം തുറന്നു പറയേണ്ടത്. അങ്ങനെ നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ മിത്രയുടെ ആ ഒരു ഇതൊക്കെ മാറി കേട്ടോ. മിത്രയ്ക്ക് 2-3 ദിവസമായിട്ട് പേടിയും പരിഭ്രമവും ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ മിത്രയ്ക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം, അത്ര തന്നെ. ഇതേ സമയമാണെങ്കിലോ നമ്മുടെ ആകാശാകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ആകാശാണെങ്കില് നമ്മുടെ മീനൂട്ടിയുടെ അച്ഛന്റെ അടുത്ത് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിസിൻ മേടിക്കാൻ വേണ്ടി നമ്മുടെ ആകാശിനെ പറഞ്ഞു വിടാം. ഏതായാലും മെഡിസിൻ മേടിക്കാൻ പോകുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ബാലൻ വിളിക്കുന്നു. ബാലൻ വിളിച്ചു കഴിയുമ്പം ആ ഒരു സമയത്ത് നമ്മുടെ ആകാശിന് ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ വരാന്നൊക്കെ പറയുന്നതല്ലാതെ മെഡിസിൻ മേടിക്കാനൊക്കെ പോവാണ്. അതുമല്ല, ഭാര്യ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വരാനും പറ്റത്തില്ലാത്തൊരു സാഹചര്യമായി പോകൂലോ. പ്രത്യേകിച്ച് ആര്യനോട് നമ്മുടെ മീനൂട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സ്നേഹമൊക്കെ തോന്നുകയാണ്. അതുപോലെ ആകാശിനെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ ആകാശത്തിന് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചിന്തിക്കുക, നമ്മളോട് സ്നേഹമുള്ളവരാണ്, അപ്പൊ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ധിഖരിച്ച് ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ ആകാശിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നത്. അപ്പം ബാലൻ പറയുന്നൊന്നും ചിന്തിക്കാനും നിൽക്കില്ല. ബാലനാണെങ്കിൽ തന്റെ മകനെ നഷ്ടമാകുമോ, ഇനിയിപ്പം അച്ചി വീട്ടിൽ പരമസുഖം എന്ന് പറയുന്ന രീതിയിൽ പോകുമോ എന്നുള്ളൊരു പേടിയും വെപ്രാളവും ഒക്കെ. അപ്പൊ ഇതിനിടെ രാമേട്ടൻ പറയുന്നുണ്ട്, എന്തിനാടാ നീ അവനെ വീണ്ടും വീണ്ടും തെരുതരാ വിളിക്കുന്നത്? ആകാശം അവൻ പോട്ടെ, അവന്റെ ഭാര്യ വീട്ടിൽ പോയതാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ അവര് വിളിച്ചിട്ടുള്ളത്. രാമേട്ടൻ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഉത്തരവാദിത്തങ്ങൾ പലതാ ഉള്ളത്, അതൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ അവൻ പോയിരിക്കുന്നത്. അതിന്റെ കാര്യമൊന്നുമില്ല. ആഹാ, എന്റെ മകനെ ഞാൻ വളർത്തിയത് എന്റെ വീട്ടിലെയും എന്റെ കുടുംബത്തെയും കാര്യം നോക്കാനാ, അല്ലാതെ വേറെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് തുടങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആകാശാണെങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും, മോനെ മെഡിസിൻ മേടിക്കാനാണ്, വേറെ ആരും ഇല്ല മെഡിസിൻ മേടിക്കാൻ പോകാനായിട്ട്. അറിയാലോ അച്ഛന്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നവനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൊക്കോണ്ടിരുന്നത്, മാമനാന്ന് പറഞ്ഞ് നിൽക്കുന്നവന്. അവന്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്ന ഭേദം. കിട്ടിയാ കിട്ടി, വന്നു പോയാ പോയി എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം വേറെ ആരും അല്ലല്ലോ, എന്റെ മകന്റെ സ്ഥാനത്താണല്ലോ മോന്. അതിനിപ്പോ എന്താ അച്ഛാ, ഞാൻ മെഡിസിൻ മേടിച്ചു തരാലോ, അതിനിപ്പോ എന്താ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പൊ മീനൂട്ടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. തന്റെ അച്ഛൻ ഒരു മകനെ പോലെ, അതായത് ആൺമക്കളില്ലാത്ത ഒരു അച്ഛൻ ഒരു ആൺമകനെ കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പൊ മീനൂട്ടി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സത്യത്തിൽ ആകാശം മീനൂട്ടിയൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ബാലൻ ഇപ്പോഴും മറ്റേ പഴയ കാലത്ത് നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും മറ്റേ 80കളിലും 90കളിലും ഒക്കെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മകൻ എപ്പോഴും അടുത്ത് വേണം, മകൻ ഇനിയിപ്പം ഭാര്യ വീട്ടിലായി പോകുമോ എന്നുള്ളൊരു ചിന്തയും കൂടിയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ധർമ്മനാണ് മൊത്തം കേൾക്കുന്നത് കേട്ടോ. ധർമ്മനോടാണെങ്കിൽ ദേഷ്യവും വകയും വൈരാഗ്യവും വെച്ച് പെരുമാറുന്നത് പോലെ നമ്മുടെ ബാലൻ എടുത്തോ പിടിച്ചോ കടിച്ചോ, നീയാ എല്ലാത്തിനെയും വഷളാക്കുന്നത്, കണ്ടില്ലേ അവൻ പോയിട്ട് ഇതുവരെ അവൻ വന്നിട്ടില്ല, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും ഇനി അവൻ പതിയെ 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 അവിടെ ആയി പോകും അവന്. അല്ലെങ്കിലും ഭാര്യ വീട്ടിലെ സുഖം പറ്റിക്കഴിഞ്ഞാലേ അവൻ അവിടെ നിൽക്കും. ലാസ്റ്റ് അവനെ പട്ടിയുടെ വില പോലും അവര് കൊടുക്കത്തില്ല എന്ന് പറയുമ്പം, അളിയൻ എന്തിനാ അളിയൻ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? അവന് വേറെ എന്തിനെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. ഒന്ന് ഓർത്ത് നോക്കി, ആ കുടുംബത്തില് എന്തെങ്കിലും ആവശ്യം നടത്താൻ ഇപ്പൊ ആകാശല്ലേ ഉള്ളൂ. അയ്യടെ പോനമേ, എന്റെ കൊച്ചിനെ അങ്ങനെ ആരുടെയും അവകാശങ്ങളും ഇത് നടത്താൻ വേണ്ടി അല്ലല്ലോ ഞാൻ ഇവിടെ ഇത്രയും വരെ എത്തിച്ചത്. അതിന്റെ കാര്യമൊന്നുമില്ല. അല്ല, മീനൂട്ടി ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെയല്ലേ, അതുപോലെ തന്നെയാണല്ലോ അപ്പൊ ആകാശവും അവർക്ക്. വേണ്ട, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ധർമ്മ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറഞ്ഞാൽ ആകണമെങ്കിലേ നീ ഒരു അച്ഛനാകണം. ഇനിയിപ്പൊ അതാ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് അച്ഛനാകാനൊന്നും പറ്റില്ലല്ലോ എന്റെ പൊന്നളിയാന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ചൊറിഞ്ഞു അങ്ങ് പോവുകയാണ് കേട്ടോ.
ബാലനാണെങ്കിൽ കലി തുള്ളി ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല ബാലന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്തയാണ്. ആദ്യം നമ്മുടെ ബാലൻ സമ്മതിച്ചു, ഓക്കെ പോകാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് വിട്ടല്ലോ, അതിനുശേഷമാണല്ലോ ഇത്. അപ്പൊ ബാലൻ മനസ്സിൽ വിചാരിക്കാം, വേണ്ടായിരുന്നു, അന്ന് തന്നെ ഞാൻ അങ്ങ് അറുത്ത് മാറ്റിയാൽ മതിയായിരുന്നു, ഇതിപ്പം വലിയ കേടായി പോയി എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുക. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവീനെ പിരിയിളക്കി വിട്ടിരിക്കുകയാണല്ലോ, ദേവിയുടെ അമ്മയും അനിയത്തിയൊക്കെ കൂടി തന്നെ. അപ്പം ദേവിക്ക് ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണോ, അതായത് ആര്യനും മിത്രയും തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കണം. അതുപോലെ തന്നെ മിത്ര എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കണം. മിത്രയ്ക്കും ആര്യന്റെയും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കണ്ടുപിടിച്ച് വലിയ ആളാകണം. അവിടുത്തെ ഏറ്റവും വലിയ കേവി നമ്മുടെ ആരാ, ദേവി തന്നെ ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവി ആണെങ്കിൽ ആര്യനല്ല, മിത്രയും ഗോമതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ആര്യൻ പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവി അങ്ങോട്ട് ചാടി അടുക്കളയില്. കിട്ടിയ അവസരമല്ലേ. ആ ആ ആ ആ അല്ല മിത്രേ, മിത്ര ആര്യനെ കുറിച്ച് പറയല്ലേ, ആര്യൻ പോയതിൽ മിത്രയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ. എനിക്കറിയാം നീ ആര്യനെ കുറിച്ച് തന്നെയാ പറയുന്നത്. എങ്കിലും ഇച്ചിരി കഷ്ടമാണ് കേട്ടോ ഈ ആര്യന്റെ കാര്യം. അല്ലെങ്കിലും ഏത് പെണ്ണുങ്ങൾക്കാ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഭാര്യമാർക്ക് ഇഷ്ടപ്പെടൂ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, നീ എന്ത് കാര്യ ദേവി പറയുന്നത്? അല്ല, ആര്യൻ ഇങ്ങനെ പോകുന്നൊന്നും ഇത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ദേ അവളുടെ മുഖത്ത് നോക്കിയാൽ കണ്ടറിയാലോ. ആര് പറഞ്ഞു? ആരെ എടുത്തിയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെന്ന്? അതെ, ആര്യൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു തന്നെയാ എടുത്ത് ചെയ്യുന്നത്. ഓ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പിന്നെ ഇപ്പന്തേ മിത്ര ആര്യനെ കുറ്റപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. എനിക്കറിയാം. അതെ, ആര്യൻ പോകുന്നത് മിത്രക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല, മിത്രേ എന്റെ മുഖത്തേക്ക് നോക്കിയേ എന്ന് പറഞ്ഞ് മിത്രയുടെ വട്ടം ചുറ്റാണ്. ഗോമതി ആണെങ്കിൽ ഇത് എന്താ ഈ കാണിക്കുന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നീ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ലേ മിത്രേ? എനിക്കറിയാം. കണ്ടുപിടിച്ചോളാം, ഞാൻ അത് ഉടനെ കണ്ടുപിടിക്കും. ഈ ദേവിയുടെ അടുത്ത് ഒരു മറയും ആർക്കും പറ്റില്ല. ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഈ ദേവി നേരെയാക്കിയിരിക്കും. അതുറപ്പുള്ള കാര്യമായി. എവിടെ നിന്ന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി തിരിച്ച് ഒരു പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ച് അത് വലുതാക്കാൻ വേണമെങ്കിൽ നമ്മുടെ ദേവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണമംഗലത്ത് വലിയ വലിയ പ്ലാനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വേറൊന്നും അല്ല നടക്കുന്നത്. വസ്തു കച്ചവടമല്ല, വസ്തുവില് അത് പേര് മാറ്റി എഴുതുകയും നമ്മുടെ അലോഹിന്റെ പേരിലൊക്കെ ആക്കുകയൊക്കെ ചെയ്യണം. അപ്പം ആ ഒരു കാര്യം നമ്മുടെ ധർമ്മനും അറിഞ്ഞിരിക്കണം. കാരണം ധർമ്മനും ആ കുടുംബത്തിലെ ഒരാളാണ്. അപ്പൊ പിന്നെ ധർമ്മനെ വിളിച്ചു വരുത്താണ്. അപ്പം ധർമ്മന് ചെന്നു. അപ്പൊ എന്താ കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ മിത്രയുടെ അച്ഛനും അലോഹിന്റെ അച്ഛനൊക്കെ കൂടി കാര്യം ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മൻ ആരാ മോന്? ധർമ്മന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ എന്തൊക്കെ പറഞ്ഞാലും ബാലനെ വിട്ടൊരു കളിയും നമ്മുടെ ധർമ്മനില്ല. അപ്പം ബാലൻ എടുത്ത വായിൽ ചോദിച്ചു, അല്ല ഈ കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയോ? ഞാൻ അറിയുന്നതിനേക്കാളും പ്രധാനമായിട്ട് ഈ കാര്യമൊക്കെ അറിയേണ്ടവരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ ആരുടെ കാര്യം ഈ പറയുന്നത്? ബാലന്റെയും ആ മറ്റുള്ളവരുടെയും കാര്യമായിരിക്കും അല്ലെ നീ പറയുന്നതെന്ന് വെച്ചപ്പം, അല്ല എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇവിടത്തെ ആളും ബാലൻ ചേച്ചിയുടെ ഭർത്താവും ആണല്ലോ ബാലേട്ടൻ. അപ്പം ദേ നിന്റെ ബാലേട്ടൻ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ചെപ്പക്കുറ്റി തീർത്തൊരെണ്ണം കൊടുത്തിട്ട് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ എന്താ പറയാ, ഗോമതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അവർക്കാർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ധർമ്മൻ അടി മേടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും ഈ ധർമ്മൻ ഇതൊക്കെ പതിവുള്ള കാര്യമാണേ. അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തുനിന്നും ഈ ധർമ്മന് കിട്ടാറുണ്ടേ. എനിക്കല്ലെങ്കിലും അറിയാം. പിന്നെ നിങ്ങളൊക്കെ ബാലൻ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ആ മനസ്സ് നിങ്ങൾക്ക് അറിയാമല്ലാഞ്ഞിട്ടാ. ആ മനസ്സ് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പെങ്ങളെ നിങ്ങൾ അവഗണിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ ബാലേട്ടൻ ആരാണെന്നും എന്താണെന്നും വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ മിണ്ടിപ്പോകരുത്. നീ ബാലന്റെ ഒരു കാര്യം എന്റെ മുമ്പിൽ പറഞ്ഞു പോകരുത്. മതി നിന്റെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മനെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. എന്തായാലും അടിക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗോമതിയുടെ അമ്മയും പറഞ്ഞത്. അപ്പൊ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇവനെയൊക്കെ വളം വെച്ച് കൊടുത്തിട്ടാ അങ്ങനെയാ ഇങ്ങനെയാ മറ്റതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. ഏതായാലും ഈ സമയമാണെങ്കിൽ നേരെ ചെന്ന് പരാതി പറയാണ് നമ്മുടെ ധർമ്മൻ. ബാലനോട് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗോമതിയോടാണ് പറയുന്നത്. ഗോമതി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമല്ല, ദേഷ്യം വരികയാണ്. ഒരിക്കലും ധർമ്മനെ തൊട്ടാൽ നമ്മുടെ ഗോമതി സഹിക്കില്ല. കാരണം എല്ലാ കാലത്തിലും കൂടെ ഉണ്ടാവുന്ന ഒരാളാണല്ലോ നമ്മുടെ ധർമ്മൻ. താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമ്മുടെ ഗോമതിക്കൊപ്പം നിന്ന് ജീവിതം വരെ സത്യം പറഞ്ഞ ഗോമതിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ സഹിക്കുവോ നമ്മുടെ ഗോമതി ചെല്ലുവാണ്. ഏതായാലും അവിടെ ചെന്ന് എല്ലാത്തിനും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.